എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. ആയുർവേദ മെഡിസിൻ അസോസിയേഷന്റെ എറണാകുളം സിറ്റി ജില്ലാ സമ്മേളനം നടന്നു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം സിറ്റി ഏരിയ വാർഷിക സമ്മേളനം എറണാകുളം MLA TJ വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് നൂതനമായ ചികിത്സാ രീതികൾ, പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന രീതികൾ ഇന്ന് വളരെയേറെ സ്വീകാര്യത ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക്. ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനകാര്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ മെഡിക്കൽ ടൂറിസത്തെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യത്തോടെ പരാമർശിക്കുന്നതായി കാണാൻ കഴിയുന്നു. ഇന്ത്യയിലെ ആഭ്യന്തര ടൂറിസ്റ്റുകളായാലും വിദേശ ടൂറിസ്റ്റുകളായാലും കേരളത്തിൽ വരുന്നത് നമ്മുടെ മെഡിക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ആയുർവേദവുമായി ബന്ധപ്പെട്ടുള്ള സുഖ ചികിത്സകൾ ലഭ്യമാക്കുന്നതിന് വലിയ സാധ്യതകളുണ്ട് എന്നാണ് ബഡ്ജറ്റിൽ പോലും വിഭാവനം ചെയ്യുന്നത്. കാൽമുട്ടിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ആയുർവേദ ചികിത്സാ രീതികളുടെയും ജീവിത ശൈലിയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഏരിയ പ്രസിഡന്റ് ഡോക്ടർ മൃദുല M അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എറണാകുളം നോർത്ത് ഡിവിഷൻ കൗൺസിലർ മനു ജേക്കബ് സംസാരിച്ചു. ഞാനും അത് തീർച്ചയായും ആയുർവേദം തന്നെയാണ്. കാരണം ഇംഗ്ലീഷ് മെഡിസിൻ എന്നും ഒരു ലാസ്റ്റ് ഓപ്ഷനായി ഞാൻ കരുതിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഹോമിയോ അല്ലെങ്കിൽ ആയുർവേദമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് തീർച്ചയായും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ഇന്ന് ഇത് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഡോക്ടർ അനീഷ വിമൽ, ഡോക്ടർ മനു മംഗലത്ത, ഡോക്ടർ ജഹാൻ യാസർ തുടങ്ങിയവരും സംസാരിച്ചു. നമ്മുടെ OPകളിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഡിസോർഡേഴ്സിൻ്റെ മാനേജ്മെൻറ്റ്. അപ്പോൾ അതിനൊരു കൗണ്ടർ അറ്റാക്ക് പോലെ, അല്ലെങ്കിൽ നമ്മൾ മോഡേൺ മെഡിസിനിൽ നിന്ന് വരുന്ന അറ്റാക്കിനെ നമ്മൾ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വർഷത്തെ സ്റ്റേറ്റ് കോൺഫറൻസ് വരെയുള്ള എല്ലാ പരിപാടികളിലും നീ ഹെൽത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് 1978 കാലഘട്ടം മുതൽ തന്നെ നമ്മുടെ പ്രവർത്തിച്ചു വരുന്നതായിട്ടുള്ള നമ്മുടെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പ്രധാന ലക്ഷ്യം എന്ന് തന്നെ ആയുർവേദ വൈദ്യശാസ്ത്രത്തെ പൊതുജന ആരോഗ്യത്തിന് പ്രയോജനപ്രദമാക്കുക എന്നതാണ്. ആയുർവേദ ഡോക്ടർമാരുടെ ഐക്യത്തിനായി പ്രവർത്തിക്കുകയും ആയുർവേദ ശാസ്ത്രത്തിൻ്റെ പ്രചാരണം, അതുപോലെ ശുദ്ധമായ ചികിത്സാ രീതിയുടെ പ്രോത്സാഹനം എന്നിവ കൈവരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ പ്രധാന ദൗത്യം. സമ്മേളനത്തിന്റെ ഭാഗമായി കാൽമുട്ടിന്റെ ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന അവബോധ ക്യാമ്പയിനും ഡോക്ടർ വത്സല ദേവിയുടെ ക്ലാസും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.